मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। കാലാവസ്ഥ നന്നായിട്ടുണ്ട്. പൂവിന് നല്ല നറുമണവുമുണ്ട്. അടികൈ. എടാ ഒന്ന് സൂക്ഷിച്ച്. എടാ നിങ്ങൾ എല്ലാവരും എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? ഞങ്ങള് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അറ്റാക്ക് ചെയ്യാനാണോ? ഇല്ല സർ, ഇവിടെ നാഷണൽ ചാമ്പ്യന്റെ ക്യാമ്പ് നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പോൾ വാൾട്ടിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹൈ ജമ്പിൽ, ഞാൻ ഡിസ്കസ് ത്രോയിൽ, ഞാൻ ജാവലിംഗ് ത്രോയിൽ. ഓ വേണ്ട വേണ്ട വേണ്ട. അതെന്താ? സദ്യയാണെങ്കിൽ അത് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണം. കളിക്കുകയാണെങ്കിൽ അത് മൈതാനത്തിൽ പോയി കളിക്കണം. അടികൈ. ഇത് നല്ല ഐഡിയ ആണ്. സംശയമുണ്ടോ? എടാ എന്താടാ ഇത്? നന്ദു ട്രിപ്പിൾ ജമ്പ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങ് വെറുതെ വിഷമിക്കണ്ട, ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ തുടങ്ങിക്കോ പ്രാക്ടീസ്. ഏറ്റവും കൂടുതൽ മെഡൽ നമ്മൾ തന്നെ ആയിരിക്കും വാങ്ങേണ്ടത്. എനിക്ക് ജാവലിംഗ് ത്രോയിൽ തീർച്ചയായിട്ടും മെഡൽ കിട്ടും. ദേ നോക്കിക്കോ. അല്ല ഇതാരാ? ഇടിച്ചതിന്റെ മൂക്ക് ഞാൻ പൊട്ടയ്ക്കും പറഞ്ഞേക്കാം. സോറി സാറേ, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അത് അബദ്ധത്തിൽ നിങ്ങളുടെ അടുത്ത് എത്തിയതാ. വിട്ടേക്കടാ, നീ അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ഇങ്ങനെയാണ് ഉന്നം പിടിക്കേണ്ടത്. ഇതുപോലെ എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്യടാ. എന്താ ഇത്? ഇവനെ ഒന്നിനും കൊള്ളില്ല. ഇവനൊക്കെ മത്സരത്തിൽ ഒറ്റയ്ക്കോടിയാലും 2ാം സ്ഥാനമേ കിട്ടുകയുള്ളൂ. സർ, ഞങ്ങളെ തരം താഴ്ത്തി കാണണ്ട. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, എല്ലാ മെഡലും ഞങ്ങൾ വാങ്ങും. എടാ, മെഡൽ ചാമ്പ്യന്മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ആ ചാമ്പ്യൻ ഇവനാണ്. അതെ ഭായ്, നമുക്ക് നാളെ സ്റ്റേഡിയമിൽ കാണാം. തന്റെ ആൾക്കാരെക്കാളും കൂടുതൽ മെഡൽ ഞങ്ങൾ മേടിക്കും. സിനിമ കണ്ടാൽ എപ്പോഴും വരും ഹരം. ഇപ്പോൾ തുടങ്ങും മത്സരം. അടികൈ. വേഗം വേഗം ഓട്. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, ഇപ്പൊ കണ്ടോ? കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, ഞാൻ ജയിച്ചു. ജോക്കറിനെ കണ്ടാൽ കുട്ടികളെല്ലാം ചിരിക്കുന്നു. ബണ്ണിയുടെ ടീം ഡിസ്ക്വാളിഫൈ ആയിരിക്കുന്നു. അടികൈ. ജയിക്കണമെങ്കിൽ ഇതുപോലെ ജയിക്കണം. എന്റെ സുഹൃത്ത് കണ്ടില്ലേ 2 മെഡൽ കരസ്ഥമാക്കിയത്.
എങ്ങോട്ടായി പോകുന്നത്? ഇവൻ വീണ്ടും ഡിസ്ക്വാളിഫൈ ആയി. എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇതെങ്ങനെയാ സംഭവിച്ചത്? വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ ഹസ്ബൻഡ് അറിയാം, ബോക്സർ അല്ലേ? അല്ലല്ല, എന്റെ ഹസ്ബൻഡ് ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ബോക്സറാണ്. മലവെള്ളം വന്നാൽ വെള്ളം കലങ്ങും. ബണ്ണിയുടെ ടീം അതാ ലെഫ്റ്റിൽ കൂടി പോകുന്നു. അടികൈ. നമ്മൾ എല്ലാവരുടെയും പുറകിലായി പോയി. അല്ല, നമ്മുടെ പുറകിലൊരു മീൻ നീന്തി വരുന്നുണ്ട്. എല്ലാവരുടെയും സുഹൃത്താ. പക്ഷെ ഇത് പ്രശ്നം തന്നെയാ. ഓടിക്കോ ഓടിക്കോ. ഇതാ തുടങ്ങാൻ പോകുന്നു ഈ ക്യാമ്പിന്റെ അവസാനത്തെ മത്സരം. ജയനഗറിന്റെ കപ്പും ടപ്പും അണിയും ബണിയുമായി ഏറ്റുമുട്ടുന്നു. രണ്ട് ടീമിന്റെയും പോയിന്റ്സ് ഒരുപോലെയാണ്. ഈ കോമ്പറ്റീഷനിൽ ആരാണോ വിജയിക്കുന്നത് അവർക്ക് കിട്ടും ഈ വർഷത്തെ മനോഹരമായ ട്രോഫി. ഇടിക്കുന്ന ഇടയിൽ ട്രോഫിയുമായി വേണം നിങ്ങൾ തിരിച്ചു വരാൻ. ഇത് ഫ്രീ സ്റ്റൈൽ ഫൈറ്റ് ആണ്, അതാരും മറക്കണ്ട. ആരാണാവോ ആദ്യം തോൽക്കുന്നത് അപ്പോൾ തീരും ഈ മത്സരം. അടികൈ. ഇത് തെറ്റായിട്ടുള്ള ഡിസിഷനാ. ഈ ഫൈറ്റിൽ തീർച്ചയായും ഞാനും തോത്താറാവുമാണ് പങ്കെടുക്കേണ്ടത്. അതെ ബായ്, തീർച്ചയായും ജയിക്കും. ഞങ്ങൾ ചാലഞ്ച് ചെയ്യുകയാണ്.
എന്നെന്താ നീ വിടില്ലേ? ആ. രാവിലെ എഴുന്നേറ്റാൽ കുടിക്കണം നല്ല കോഫി. ഹണി ബണിക്ക് കിട്ടി ഈ വർഷത്തെ ട്രോഫി. അടികൈ.